വക്കാലത്ത്. കഥ എഴുതിയത് ഉണ്ണി ചങ്കത്ത്. കൈലാസിന് മുമ്പുണ്ടായിരുന്ന ഉശിരൊക്കെ കാട്ടിൽ കളഞ്ഞതുപോലെയാണിപ്പോൾ. ലീഷറിൽ ഗ്രൗണ്ടിനതിരിലെ അരമതിലിരിക്കുകയായിരുന്നു ഞാനും അവനും. കുറേ നിർബന്ധിച്ചപ്പോഴാണ് അവൻ സ്വകാര്യം പോലെ എല്ലാം തുറന്നു പറഞ്ഞത്. അവനിപ്പോൾ സിദ്ധുവിനെ കാണുന്നത് തന്നെ പേടിയാണത്രേ. പഴയ കണക്കൊക്കെ ചോദിച്ചാലോ? ചിലപ്പോൾ കൊടുത്തതൊക്കെ പലിശ സഹിതം തിരിച്ചു കിട്ടാനും മതി. അത്ര ഗതികേടിലാണ്. സമർത്ഥനും സാധുവുമായ സിദ്ധുവിനെ കണ്ണിനു നേരെ കണ്ടാലൊക്കെ കൈലാസിന് കൽപ്പിച്ചുകൂടിയുള്ള ചൊറിയൽ പതിവായിരുന്നു. പിന്നെ ചുമ്മാതൊരു മെട്ടേലും. ചിലപ്പോഴൊക്കെ അവ അതിരുവിട്ട കളികളാകുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയ മട്ടാണ്. ഒന്നും വേണ്ടായിരുന്നു എന്ന ഒരു ചിന്ത, അത് പെരുകി പെരുകി സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതാണ് കാര്യം. ഇക്കൊല്ലം പകുതിയായതേയുള്ളൂ. സിദ്ധുവിൻ്റെ ശരീരവളർച്ച പെട്ടെന്നായിരുന്നു, വലിച്ചു നീട്ടിയതുപോലെ. ചോട്ടുവായിരുന്ന അവനെ ക്ലാസ്സിലും പുറത്തും ചിലർ ലംബു എന്ന് വിളിച്ചു തുടങ്ങിയിരിക്കുന്നു. മനസമാധാനം പോയിടാ. നിരാശ പൂണ്ട ഒരു ഇടർച്ചയോടെ അവൻ തുടർന്നു. സിദ്ധുവിനെ കാണുന്ന നേരം ഈയിടെയായി ദൂരെ നിന്നു തന്നെ കൈലാസ് ഒഴിഞ്ഞുമാറി നടക്കുമത്രേ. അല്ലെങ്കിൽ ആരെയെങ്കിലും കൂടെ കൂട്ടും, ധൈര്യത്തിനായി. അവൻ്റെ കാര്യമോർത്ത് എനിക്ക് ഉള്ളിൽ ചിരി പൊട്ടി. പിന്നെ പാവം തോന്നി. എനിക്കറിയാം, കൈലാസാണ് കച്ചറ. ശണ്ടകൂടൽ കൈലാസിൻ്റെ രക്തത്തിലേ ഉണ്ട്. പോരാത്തതിന് അവന് ആരെയും പേടിയുമില്ല. അവൻ സിദ്ധുവിനെ ഒളിഞ്ഞും തെളിഞ്ഞും ദ്രോഹിച്ചിരുന്നു. കഴിഞ്ഞ കൊല്ലം അതിത്തിരി കൂടുതലുമായി. സിദ്ധുവിനെ കുടഞ്ഞതും തലയ്ക്ക് മേടിയതും 1-2 തവണയല്ലേ. അന്നൊക്കെ സിദ്ധു കൈലാസിൻ്റെ തോളിൻ്റെയൊപ്പമേ വരൂ. ഒരു അശു എങ്കിലും പൊറുതിമുട്ടിയാൽ തിരിച്ചടിക്കാനുള്ള അല്പം വീര്യം അവൻ്റെ കയ്യിലുമുണ്ട്. ഒരു തവണ സിദ്ധുവിൻ്റെ പെങ്ങൾ അവർക്കിടയിൽ വിഷയമായി. അവൻ്റെയൊപ്പം കെറിവിച്ചു വന്ന അവളെ കൈലാസ് തെറി വിളിച്ചു. പാടില്ലാത്തതാണ്. ശീലം കാരണം നാവിൽ നിന്ന് അറിയാതെ വന്നുപോയി. എന്തു ചെയ്യാം? വാക്കല്ലേ, വീണുപോയില്ലേ, തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. സിദ്ധു എവിടെന്നോ വന്ന വീര്യത്തോടെ അടിമുടി വിറയലോടെ കൈലാസിനെ എതിരിടാൻ നോക്കി. ഞാൻ ഇടയ്ക്ക് കയറിയതൊന്നും സിദ്ധു ഗൗനിച്ചതേയില്ല. അവൻ്റെ കയ്യിൽ താഴെന്നെടുത്ത കൂർത്തൊരു കല്ലുണ്ടായിരുന്നു. അവനെ ഞാൻ പിടിച്ചു മാറ്റിയില്ലായിരുന്നുവെങ്കിൽ എന്താണ് അന്നേരം സംഭവിച്ചിരിക്കുക എന്ന് ഒരു പിടിയുമില്ല. വിടടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് എൻ്റെ പിടിയിൽ നിന്ന് കുതറി മാറി സിദ്ധു കൈലാസിന് താക്കീത് കൊടുത്തു. കൈലാസേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ, നോക്കിക്കോ. കത്തി നിന്ന ആ തിളപ്പിൽ ഒന്ന് തിരിച്ചടിക്കാൻ കഴിയാത്തതിൽ നല്ല കലിപ്പുണ്ടായിരുന്നു അവന്. കൈലാസ് പുച്ഛം കലർന്ന് കൈപ്പത്തി വായുവിൽ ഉണ്ടയുടെ ആകൃതിയിൽ ഉരുട്ടിയിട്ട് പറഞ്ഞു, നീ എന്നെ ഒലത്തും, ഒന്ന് പോടാ. സിദ്ധുവിനും പെങ്ങൾക്കും അച്ഛനില്ല. അമ്മയാണെങ്കിൽ ഒരു പാവം സ്ത്രീ. അവരോട് സിദ്ധുവും പെങ്ങളും ഇതൊന്നും പറയുന്നുണ്ടാവില്ല. 11-ലെ നമ്പിടി മാഷോട് പറഞ്ഞാലേ കൈലാസിനെ ഒന്ന് ശാസിക്കുവാനെങ്കിലും പറ്റൂ. അങ്ങനെ പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഭവിഷ്യത്ത് അനുഭവിക്കുമെന്നായിരുന്നു കൈലാസിൻ്റെ ഭീഷണി. സിദ്ധു എന്നെയും തിരിച്ചടിക്കാൻ പ്രാപ്തനാവുമെന്ന് കൈലാസ് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. സിദ്ധുവിൻ്റെ ഉയരം, ആത്മവിശ്വാസം നിറഞ്ഞ കണ്ണുകൾ, മേൽചുണ്ടിനുമേൽ കറുത്തു നനുത്തു മുളച്ച രോമങ്ങൾ, ശബ്ദത്തിലെ മുറുക്കം. അവൻ ആളാകെ മാറി. ആ മാറ്റം പെട്ടെന്നായിരുന്നു. കൈലാസിൻ്റെ പ്രകൃതിയിൽ പറയത്തക്ക മാറ്റങ്ങൾ എന്നാൽ വന്നതുമില്ല. മുഖത്ത് ഇത്തിരി അവലക്ഷണം കൂടിയെന്നു മാത്രം. എന്തോ അവൻ്റെ വളർച്ചയുടെ നിശ്ചയമൊക്കെ പണ്ട് കഴിഞ്ഞതുപോലെ 1 ഇഞ്ച് മുമ്പോട്ടില്ലാതെ നിൽപ്പാണ്. കൈലാസ് എന്നോട് കെഞ്ചി, ഡാ, നീ അവനോട് ഞാൻ സോറി പറഞ്ഞതായി പറയേ, പിന്നെ ഒന്നും ചെയ്യരുതെന്നും. എനിക്ക് അവൻ്റെ നിസ്സഹായാവസ്ഥയിൽ പരിതാപം തോന്നി. മുകളിൽ സൂര്യൻ ജ്വലിക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള ഫ്ലാഗ് പോസ്റ്റിൻ്റെ നിഴൽ അതിനടിയിൽ തന്നെ ചുരുങ്ങിയൊതുങ്ങി. ലിഷർ കഴിഞ്ഞുള്ള ബെല്ലടിക്കാറായപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റു. ഏയ്, അങ്ങനെ ചെയ്താൽ പിന്നെ ഞാനും അവനും തമ്മിൽ എന്താ വ്യത്യാസം? അവനോട് കച്ചറ കാണിക്കാതെ 12th പാസ്സാവാൻ പറയേ. വക്കാലത്തിന് ചെന്ന എന്നോട് സിദ്ധു ദൃഢചിത്തനായി പറഞ്ഞു. അവൻ അവിശ്വസനീയമാം വിധം പക്വമായി സംസാരിക്കുന്നു. ജീവിതത്തിൻ്റെ കുഴഞ്ഞുമറിച്ചിലിൽ ലക്ഷ്യബോധം കണ്ടെത്തിയ നന്മ നിറഞ്ഞ മനസ്സുകൊണ്ട് മാത്രമേ അങ്ങനെ പറയാനാവൂ എന്ന് ഞാൻ അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞു. അവന് മുന്നിൽ ഞങ്ങളൊക്കെ വെറും അശുക്കൾ, അല്ലാതെന്തു പറയാൻ. ഇന്ന് വീട്ടിലെ ബഹളങ്ങൾക്കിടയിൽ ഒരു നിമിഷം
അനവധി വർഷങ്ങൾക്ക് ശേഷം ഞാൻ അതൊക്കെ വീണ്ടും ഓർത്തു. ഹൈദരാബാദിൽ കോൺട്രാക്ടറായ കൈലാസും അവൻ്റെ കുടുംബവും ഇന്നലെ തന്നെ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. സ്നേഹസംഗമവും 4 ദിവസത്തെ ട്രിപ്പും അവനാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. T2വിൽ നിന്ന് ഇറങ്ങി വാശി ബ്രിഡ്ജിലെ ഗതാഗതക്കുരുക്കിൽപ്പെട്ടതിൻ്റെ അലസോരത്തിലാണ് കുടുംബത്തോടൊപ്പം ഡോക്ടർ സിദ്ധു, ഞങ്ങളുടെ പ്രിയപ്പെട്ട ലംബു. അക്ഷമരായി ഞങ്ങൾ അവൻ വരുന്നതും കാത്തിരിക്കുന്നു, വലിപ്പ ചെറുപ്പമില്ലാതെ.